എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് യമനിലെ ജയിലിൽ കിടക്കുന്ന മലയാളിയായ നിമിഷപ്രിയ എന്ന നേഴ്സ്. അവരുടെ വധശിക്ഷ നടപ്പാകുമോ അതോ അവസാന നിമിഷം എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്ന് അവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമോ, അവരുടെ മകളെ കാണാൻ സാധിക്കുമോ മുതലായ വിഷയങ്ങളൊക്കെ തകൃതിയായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകളുടെയും മറ്റ് പോസ്റ്റുകളുടെയും അടിയിലുള്ള കമൻറ്റുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിമിഷപ്രിയയുടെ കാര്യത്തിൽ മലയാളികൾ രണ്ട് തട്ടിലാണ്. ചെറിയൊരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് നിമിഷപ്രിയ കൊടും കുറ്റവാളിയാണ്. ഒരു യമൻ പൗരനെ സെഡേഷൻ മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്ത് അയാൾ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മൃതദേഹം വെട്ടി നുറുക്കി സഞ്ചിയിലാക്കി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ യുവതിയാണ്. കൊടും ക്രിമിനലാണ്. കഷായം ഗ്രീഷ്മയെ പോലെ തന്നെ നല്ല ഒരു ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യമാണ്. അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന കുറച്ചാളുകളുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ബഹുഭൂരിഭാഗം ആളുകളും നിമിഷപ്രിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ബ്ലഡ് മണി കൊടുത്താണെങ്കിലും അവർക്ക് മാപ്പ് ലഭിക്കണം. കാരണം ജീവിക്കാൻ മാർഗമില്ലാതെ യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് പോയതാണ്. അവിടെയുള്ള സാഹചര്യങ്ങൾ ആ യുവതിയെ കൊലപാതകയാക്കിയതാണ്. അതിനുശേഷം പിടിക്കപ്പെട്ട നിമിഷപ്രിയ ഇത്രയും വർഷങ്ങളായി അവിടെ കാരാഗൃഹത്തിൽ കഴിയുകയാണ്. ഏതോ ഒരു അന്യനാട്ടിൽ ആരോരുമില്ലാതെ തടവറയിൽ കഴിയുന്ന ആ യുവതി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അവർക്ക് ഇത്രയും കാലത്തെ ഈ തടവ് ശിക്ഷ തന്നെ ധാരാളമാണ്. എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെട്ട് നാട്ടിൽ വരണം, അവരുടെ മകളെ കാണണം, അമ്മയെ കാണണം, ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ സാധിക്കണം എന്നൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളും മലയാളികളുടെ ഇടയിലുണ്ട്. യമനിലെ വധശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭീകരമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും ഇൻ്റർനെറ്റിലൊക്കെ വായിച്ച സ്ഥിതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണുകൾ മൂടിക്കെട്ടി തറയിൽ കമഴ്ത്തി കിടത്തി പിന്നിൽ നിന്ന് ഹൃദയത്തിലേക്ക് വെടിവെച്ച് കൊല്ലുന്ന രീതിയൊക്കെ യമനിലുണ്ട്. അതിഭീകരമായ വധശിക്ഷയൊക്കെയാണ് അവിടെ നടപ്പാക്കുക. അത് കാരണം ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വധശിക്ഷയാണ് അവിടെ നടപ്പാക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ വാർത്ത യമൻ എംബസിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലീമി അംഗീകരിച്ചിട്ടില്ല. നിമിഷപ്രിയയുടെ കുറ്റവിചാരണയും അതുപോലെ ശിക്ഷാ നടപടികളൊക്കെ ഹൂതികളുടെ കയ്യിലാണ്. ഇറാൻ്റെ പിന്തുണയോടെ യമൻ്റെ ക്യാപിറ്റലായ സനയും യമൻ്റെ വടക്ക് കിഴക്കൻ പ്രവിശ്യകളൊക്കെ ഭരിക്കുന്ന ഹൂതികളുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ ഭരണകൂടം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിമിഷപ്രിയയുടെ കേസിൽ ഞങ്ങളുടേതായ രീതിയിൽ ഇടപെടും, ഞങ്ങൾ മാനുഷിക പരിഗണന നൽകി എന്തെങ്കിലും ഒരു ഫലമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഇടപെടുന്നൊക്കെ ഇറാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയോടെ ഇറാൻ എന്തെങ്കിലും പ്രവർത്തിച്ചേക്കാം, എന്തെങ്കിലും അത്ഭുതങ്ങൾ അവസാന നിമിഷം സംഭവിക്കാം എന്ന ഒരു പ്രതീക്ഷയുടെ കിരണം കൂടി നമുക്ക് നിലനിർത്താം. 2021 ഹൂതികൾ യമൻ്റെ തലസ്ഥാനമായ സനയും അതുപോലെ ചില വടക്കൻ പ്രദേശങ്ങളും പിടിച്ചടക്കിയത്. അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. ഈ തലസ്ഥാനമായ സനയിലാണ് നിമിഷപ്രിയയുടെ ജയിൽ കിടക്കുന്നത്. അത് കാരണം മിക്കവാറും ഹൂതികൾ തന്നെയായിരിക്കും നിമിഷപ്രിയയുടെ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇനി നിമിഷപ്രിയയെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കാട് കൊല്ലങ്കോട്ടുകാരിയായ ഒരു നേഴ്സാണ്. 2012 ഭർത്താവും മകളുമൊത്ത് യമനിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത്. അവിടെ വെച്ച് ഭർത്താവിനൊരു സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷപ്രിയയ്ക്ക് ഒരു ക്ലിനിക്കിലും ജോലി കിട്ടി. അങ്ങനെ ക്ലിനിക്കിലെ ജോലി തുടർന്നുകൊണ്ടിരിക്കെ അവിടെ എന്തെങ്കിലും പുതിയ സാധ്യതകൾ കണ്ടെത്തി കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്ന ഒരു ആലോചന നിമിഷയിലും ഭർത്താവിലും ഉണ്ടായി. അങ്ങനെ യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ അവിടെയുള്ള ഒരു തദ്ദേശീയൻ്റെ സഹായം ആവശ്യമാണ്. അതിൻ്റെ ഫലമായാണ് അവിടെ സ്ഥിരം കസ്റ്റമറായിരുന്ന തലാൽ അബ്ദു മെഹദി എന്ന ഒരു യമൻ സ്വദേശിയുമായിട്ട് നിമിഷപ്രിയ പരിചയപ്പെടുന്നതും. ഈ യമൻ സ്വദേശിയുടെ കുടുംബത്തിലുള്ളവരൊക്കെ നിമിഷപ്രിയയുടെ ക്ലിനിക്കിൽ സ്ഥിരം കസ്റ്റമേഴ്സായിരുന്നു. അങ്ങനെയുള്ള ആ പരിചയമൊക്കെ വെച്ചിട്ട് നിമിഷപ്രിയയും ഈ യമൻ സ്വദേശിയായ തലാൽ അബ്ദു മെഹദിയും തമ്മിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ആലോചനകൾ തുടങ്ങുകയാണ്. തലാൽ അബ്ദു മെഹദിയെ പാർട്ട്ണറാക്കി നിമിഷപ്രിയയും ഭർത്താവും കൂടി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു. ഒരു തദ്ദേശീയനായ സ്പോൺസർ എന്ന റോള് മാത്രമായിരുന്നു അവിടെ തലാലിനുണ്ടായിരുന്നത്. അങ്ങനെ ക്ലിനിക്കൊക്കെ തുടങ്ങി. അത്യാവശ്യം ക്ലിനിക്കൊക്കെ നല്ല രീതിയിൽ പോയി തുടങ്ങി. തുടക്കത്തിലൊക്കെ ഈ തലാൽ അബ്ദു മെഹദിയുടെ സ്വഭാവമൊക്കെ നല്ലതായിരുന്നു.
അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഈ നിമിഷപ്രിയ പിന്നെയും പണം കണ്ടെത്താൻ വേണ്ടി നിമിഷപ്രിയയും ഭർത്താവും മകളൊക്കെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നിമിഷപ്രിയ തിരിച്ചുപോയി. ഭർത്താവും മകളും നാട്ടിലായിരുന്നു. നാട്ടിൽ വെച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പണം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഭർത്താവും മകളും നാട്ടിൽ നിന്നത്. എന്നാൽ നിമിഷപ്രിയ ഉടനെ തന്നെ തിരിച്ചുപോയി ക്ലിനിക്കിൽ ജോലി ആരംഭിച്ചു. ആ ഇടയിലാണ് യമനും സൗദിയും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഫലമായി യമനിലേക്കുള്ള വിസ നമ്മുടെ ഇന്ത്യ സർക്കാർ നിർത്തി. ഇനി ആരും അങ്ങോട്ട് യമനിൽ പോവണ്ട എന്നുള്ള അവസ്ഥയിലായി. ആ ഒരു സംഭവമാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു ടേണിംഗ് പോയിൻ്റ്. അങ്ങനെ ഭർത്താവും മകളും നമ്മുടെ നാട്ടിൽ കുടുങ്ങി. നിമിഷപ്രിയ അവിടെ യമനിലായി. അതിനുശേഷമാണ് തലാൽ അബ്ദു മെഹദിയുടെ സ്വഭാവമൊക്കെ മാറിത്തുടങ്ങിയത്. ഈ ക്ലിനിക്കിൻ്റെ പാർട്ണറായ മെഹദി അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരോടൊക്കെ പറഞ്ഞു, നിമിഷപ്രിയ എൻ്റെ ഭാര്യയാണ്, എൻ്റെതാണ് ക്ലിനിക്ക്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ക്ലിനിക്കിൽ വരുന്ന കളക്ഷൻ മുഴുവൻ ഇദ്ദേഹം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നിമിഷപ്രിയ അതിനെ ചോദ്യം ചെയ്തു. നിമിഷപ്രിയക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഈ തലാലിൻ്റെ കയ്യിലായിരുന്നു. അത് കാരണം നിമിഷപ്രിയക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിന് പാസ്പോർട്ട് കയ്യിൽ വേണം. അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൻ്റെ ഒടുവിലാണ് ഈ നിമിഷപ്രിയയുടെ സഹനേഴ്സായ ഹനാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഇയാളെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെഡേഷൻ മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് മയക്കാം. ഇയാൾ മയങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് എവിടെയൊക്കെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെ നിമിഷപ്രിയ അയാൾക്ക് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തു. പക്ഷേ മരുന്ന് ഭയങ്കര ഓവർ ഡോസ് ആയിരുന്നു. മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാകെ വെപ്രാളപ്പെട്ടു. ഉടൻ തന്നെ അയാൾ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടതോടുകൂടി നിമിഷപ്രിയയുടെ മാനസികാവസ്ഥ ആകെ മാറി. എന്ത് ചെയ്യണമെന്നറിയില്ല. പോലീസ് പിടിക്കും, ജയിലിൽ പോകണം. ആ ഒരു മാനസികാവസ്ഥയിൽ ഈ നിമിഷപ്രിയയും കൂട്ടാളിയും കൂടെ ഈ തലാൽ അബ്ദു മെഹദിയുടെ മൃതദേഹം വെട്ടി നുറുക്കി സഞ്ചിയിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടു. അതിനുശേഷം അവിടുന്ന് പാസ്പോർട്ടുമായി രക്ഷപ്പെട്ട നിമിഷപ്രിയ പിന്നെ കുറേ കിലോമീറ്റർ ദൂരെയുള്ള ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം ഈ ശവശരീരത്തിൻ്റെ സ്മെല്ലായി. അപ്പോൾ അയൽവക്കക്കാരൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ് പോയി. അതിനുശേഷമുള്ള പരിശോധനയിലാണ് ഈ യുവാവിൻ്റെ ഡെഡ് ബോഡി തറച്ച് നുറുക്കി ഈ വാട്ടർ ടാങ്കിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം നിമിഷപ്രിയയുടെ കൂട്ടുകാരിയുമാണ് ഈ കൃത്യം നടത്തിയതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് 2017 നടന്ന ഈ കൊലപാതകത്തിൽ നിമിഷപ്രിയ പിടിക്കപ്പെടുന്നതും ജയിലിലേക്ക് പോകുന്നതും. അങ്ങനെ 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷയ്ക്കെതിരെ നിമിഷയുടെ കുടുംബം അപ്പീൽ കോർട്ടിൽ പോയി. പക്ഷേ 2020 അപ്പീൽ കോർട്ടും ഈ വധശിക്ഷ ശരിവെച്ചു. അതിനുശേഷം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി ഒരുപാട് ട്രൈ ചെയ്തു, ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടാനൊക്കെ നോക്കി. പക്ഷേ അതിനൊന്നും ഒരു സാഹചര്യങ്ങളും കാണുന്നില്ല. ഒന്നാമത് യമനിലെ നിയമം വെച്ചിട്ട് ഈ പ്രതിയുടെ കുടുംബത്തിന് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതിന് മീഡിയേറ്റർ വേണം. മീഡിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റൂ. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട തലാൽ ഏതൊരു ഗോത്രവർഗത്തിലെ യുവാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാനും അദ്ദേഹത്തിന് സമൂഹത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ തലാലിൻ്റെ കുടുംബം ഈ ബ്ലഡ് മണി സ്വീകരിക്കാനൊക്കെ തയ്യാറാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവിടുത്തെ സമൂഹം അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ വാർത്തകളിൽ കാണുന്നു. സത്യാവസ്ഥയും നമുക്കറിയില്ല. കാരണം യമൻ പോലെയുള്ള രാജ്യത്ത് ഒരു മീഡിയേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെയുള്ള മറ്റ് സംഘടനകളൊക്കെ ഇനിയും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാന നിമിഷം നമുക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. എന്തായാലും കേരളത്തിലെ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിലുള്ള നിമിഷപ്രിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടതാണ്. അവിടെയുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഈ 36 വയസ്സുള്ള സ്ത്രീയെ ഒരു കൊലപാതകിയാക്കി മാറ്റി. അവരവിടെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സാഹചര്യങ്ങളാണ് എല്ലാത്തിനും കാരണം. എന്നാലും അവർ രക്ഷപ്പെടട്ടെ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.